കളിപ്പാട്ടങ്ങളായാലും ഫാഷനായാലും കുട്ടികളുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാ രൂപപ്പെടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ അവരുടെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പാണോ, അതോ അതിനു പിന്നിൽ നമ്മളറിയാത്ത വലിയൊരു കളിയുണ്ടോ? വാ, നമുക്കൊരു 8 വയസ്സുകാരിയുടെ കഥയിലൂടെ ഈ ലോകത്തേക്കൊന്ന് എത്തിനോക്കാം. ഇതൊന്നു കേട്ടുനോക്കൂ. 8 വയസ്സുള്ള ഗ്രേസ് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ഉടനെ അമ്മയോട് പറഞ്ഞതാണിത്. ഒരുവിധം എല്ലാ വീടുകളിലും കേൾക്കുന്ന ഒരു സംഭാഷണം അല്ലേ? ഒരു കുട്ടി തനിക്കിഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടത്തിനു വേണ്ടി വാശി പിടിക്കുന്നു. സാധാരണ സംഭവം. ഒരു കുട്ടിക്ക് ഒരു പാവ ഇഷ്ടപ്പെടുന്നത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ ഗ്രേസിന്റെ ഈ ആവശ്യം അത്ര നിഷ്കളങ്കമായിരുന്നോ? അതോ അവളുടെ മനസ്സിൽ ഈ ആഗ്രഹം ആരെങ്കിലും ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണോ? നമുക്ക് നോക്കാം. അപ്പോ ഗ്രേസിന് എങ്ങനെയാണ് ഈ മോൺസ്റ്റർ ഹൈ പാവയോട് ഇത്രയധികം ഇഷ്ടം തോന്നിയത്? അതും വെറുമൊരു പാവയല്ല, ഡ്രാക്കുലോറ തന്നെ വേണമെന്ന വാശി എവിടുന്ന് വന്നു? നിങ്ങൾ ശരിക്കും ഞെട്ടും. ആ പാവയെപ്പറ്റി ഗ്രേസിനറിയാമായിരുന്ന കാര്യങ്ങൾ കേട്ടാൽ. വെറുതെ ഒരു പാവ വേണമെന്നല്ല അവൾ പറഞ്ഞത്. ഡ്രാക്കുലോറയുടെ നീളൻ കറുത്ത മുടിയെക്കുറിച്ചും അവളുടെ ടിങ്ക് ബൂട്ടിനെക്കുറിച്ചും എന്തിനു കൂടെയുള്ള വളർത്തു വവ്വാലിനെപ്പറ്റി പോലും അവൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ഒരു 8 വയസ്സുകാരിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി? അതിന്റെ ഉത്തരം ഒരുപക്ഷേ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അമ്മ ചോദിച്ചപ്പോൾ ഗ്രേസിന്റെ മറുപടി ഇതായിരുന്നു. കൂട്ടുകാരി മാഡിൽ നിന്ന് തുടങ്ങി അവരൊരുമിച്ച് കണ്ട വീഡിയോകൾ, കളിച്ച കമ്പ്യൂട്ടർ ഗെയിം, എന്തിന് ആ പാവയ്ക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് പോലുമുണ്ട്. കണ്ടില്ലേ, ഒരാഗ്രഹം എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതെന്ന്? അപ്പോ ഇത്രയധികം ആഗ്രഹിച്ച ആ പാവയെ വാങ്ങാൻ ഗ്രേസ് അമ്മയെയും കൂട്ടി മാളിലേക്ക് പോവുകയാണ്. കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നടക്കുന്നത് അവിടെ വെച്ചാണ്. മാളിലെത്തിയതും സംഭവിച്ചതിതാണ്. കളിപ്പാട്ടങ്ങളുടെ സെക്ഷനിൽ നിരത്തിവെച്ചിരിക്കുന്ന മോൺസ്റ്റർ ഹൈ ഡോൾസിനെ കണ്ടതും ഗ്രേസ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഒരെണ്ണം വാങ്ങിത്തരാൻ പറഞ്ഞു. ഏതൊരു രക്ഷിതാവിനും ഈ രംഗം മനസ്സിൽ കാണാൻ പറ്റും, അല്ലേ? ഏകദേശം $22, അതായത് നമ്മുടെ ഏതാണ്ട് 1800 രൂപ. സത്യം പറഞ്ഞാൽ ആ അമ്മയ്ക്ക് അത്ര താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മകളുടെ വാശിക്ക് മുന്നിൽ അവസാനം അവർക്കും വഴങ്ങേണ്ടി വന്നു. ആ പാവ അങ്ങനെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് വീണു. ഗ്രേസിന്റെ വീട്ടിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. മാർക്കറ്റിംഗ് ലോകത്ത് ഇതിനൊരു പേരുണ്ട്, നാഗ് ഫാക്ടർ എന്ന്. അതായത് പരസ്യങ്ങൾ കണ്ട് കുട്ടികൾ ഒരു സാധനത്തിനു വേണ്ടി വാശി പിടിക്കുമ്പോൾ മിക്കവാറും രക്ഷിതാക്കൾ ഒടുവിലത് വാങ്ങി നൽകും. ഗ്രേസിന്റെ കഥ ഒരു ചെറിയ ഉദാഹരണം മാത്രം. ഇനി നമുക്ക് ഇതിനു പിന്നിലെ വലിയ കളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളെയും കൗമാരക്കാരെയും ലക്ഷ്യം വെച്ച് കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുകുന്ന വിപണന ലോകത്തേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാമോ, കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള പരസ്യങ്ങൾക്കായി ഓരോ വർഷവും ശതകോടിക്കണക്കിന് ഡോളറുകളാണ് കമ്പനികൾ ചിലവഴിക്കുന്നത്. 20 വർഷം മുൻപുള്ളതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി കൂടുതലാണ് ഇന്നത്തെ കണക്കുകൾ. അതൊരു വലിയ വളർച്ചയാണ്. അപ്പോ എന്തുകൊണ്ടാണ് മാർക്കറ്റുകൾക്ക് കുട്ടികളോട് ഇത്ര താൽപ്പര്യം? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ കാരണം വളരെ ലളിതമാണ്. ഇന്നത്തെ കുട്ടികളുടെ കയ്യിൽ ചെലവഴിക്കാൻ അവരുടേതായ പണമുണ്ട്. വീട്ടിലെ ചെറിയ ജോലികൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയോ ബന്ധുക്കൾ സമ്മാനമായി നൽകുന്ന പണമോ ഒക്കെ ഉപയോഗിച്ച് അവർ അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങളും മിഠായികളുമൊക്കെ വാങ്ങുന്നു. ഇനി രണ്ടാമത്തെ കാരണം ഇതിലും രസകരമാണ്. കുട്ടികൾ അവരുടെ സ്വന്തം പണം മാത്രമല്ല ചെലവാക്കുന്നത്. ഒരു കുടുംബത്തിലെ മിക്കവാറും എല്ലാ വാങ്ങലുകളിലും അവർക്ക് വലിയൊരു പങ്കുണ്ട്. ഏത് സ്നാക്സ് വേണം, ഏത് ടൂത്ത്പേസ്റ്റ് വേണം എന്നതിൽ തുടങ്ങി വീട്ടിലേക്ക് അടുത്ത ഏത് കാറ് വാങ്ങണം, എവിടെ വെക്കേഷന് പോകണം എന്ന കാര്യങ്ങളിൽ വരെ കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം ഇതാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ മുതിർന്ന ഉപഭോക്താക്കൾ. ചെറുപ്പത്തിലെ ഒരു ബ്രാൻഡിനോട് ഇഷ്ടം തോന്നിയാൽ വലുതാകുമ്പോഴും ആ ഇഷ്ടം കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തന്ത്രത്തിന് മാർക്കറ്റിംഗ് ലോകത്തൊരു പേര് തന്നെയുണ്ട്, ക്രേഡിൽ ടു ഗ്രേവ്. അതായത് തൊട്ടിൽ മുതൽ ശവകുടീരം വരെ. ചെറുപ്പത്തിൽ മനസ്സിൽ കയറിക്കൂടുന്ന ഒരു ബ്രാൻഡ് ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയുടെ കൂടെയുണ്ടാവണം. അതാണ് ലക്ഷ്യം. കുട്ടികളെയും ചെറുപ്പക്കാരെയും ആകർഷിക്കാൻ ഇവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ വളരെ സങ്കീർണമാണ്. ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങൾ, പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ, സെലിബ്രിറ്റികൾ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. പണ്ടൊക്കെ TV മാത്രമായിരുന്നു വഴിയെങ്കിൽ ഇന്ന് ഓരോ കുട്ടിയുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിലൂടെയും ടാബുകളിലൂടെയും പരസ്യങ്ങൾ നേരിട്ട് അവരിലേക്ക് എത്തുന്നു. ശരി, ഇനി നമുക്ക് കളിപ്പാട്ടങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഗൗരവമേറിയ വിഷയങ്ങളിലേക്ക് വരാം. ഈ വിപണന തന്ത്രങ്ങൾ കൗമാരക്കാരിലുണ്ടാക്കുന്ന മറ്റു പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ടീനേജ് മാസികകളിലും പരസ്യങ്ങളിലും നമ്മൾ എപ്പോഴും കാണുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തരായ, മെലിഞ്ഞ, സുന്ദരരായ മോഡലുകളെയാണ്. ഇത് കാണുന്ന കൗമാരക്കാർ എന്തു ചെയ്യും? അവർ സ്വയം അവരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങും. ഇത് പലപ്പോഴും അവരുടെ ആത്മവിശ്വാസത്തെയും സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും മോശമായി ബാധിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളൊരു പ്രത്യേക സാധനം വാങ്ങിയത് എന്ന് കുട്ടികളോട് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി എന്താണെന്നറിയാമോ? അതെല്ലായിടത്തും കാണുന്നുണ്ടല്ലോ, എല്ലാവരുടെയും കയ്യിൽ ഒരെണ്ണമുണ്ട്.
ഒരു ഉൽപ്പന്നം സാധാരണവും എല്ലാവരും ഉപയോഗിക്കുന്നതുമാണെന്ന് തോന്നൽ പരസ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. ഏതൊരു പരസ്യമെടുത്താലും അത് നമുക്ക് തരുന്നൊരു വാഗ്ദാനമുണ്ട്. ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതും രസകരവുമാകും. പക്ഷേ ആ വാഗ്ദാനത്തിൽ എത്രത്തോളം സത്യമുണ്ട്? ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ തിളക്കത്തിനും വർണ്ണപ്പകിട്ടിനും പിന്നിൽ ചിലപ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. നമ്മൾ ജീവിക്കുന്നത് പരസ്യങ്ങളുടെ ഒരു കടലിലാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും എന്തെങ്കിലും വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങൾ. ഈ ബഹളങ്ങൾക്കിടയിൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന്, നമ്മുടെ യഥാർത്ഥ സന്തോഷം എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണല്ലേ?